അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നാം അസോസിയേറ്റ് ചെയ്യുന്ന നമ്മളെ സറൗണ്ടൻസിലുള്ള നമ്മുമായി റിലേഷൻഷിപ്പുള്ള ആളുകളൊക്കെ ഓടിയെത്തും. അവരൊക്കെ നമ്മുടെ വീടുകളിൽ തടിച്ചുകൂടും. ആ സമയത്ത് ഒരു 5-10 മിനിറ്റിനകം അവർ നമ്മുടെ ലൈഫിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കും. നമ്മുടെ ലൈഫിൻ്റെ ഫീഡ്ബാക്ക് പറയും. എന്താ പറയുക? നല്ല ആളായിരുന്നുവെങ്കിൽ ആൾ സത്യസന്ധനായിരുന്നു, വിശ്വസിക്കാൻ കൊള്ളും, പരോപകാരിയായിരുന്നു, സ്നേഹിക്കാൻ പറ്റുന്ന ആളാണ്, എവിടെയും ഓടിയെത്തും, നിലപാടുള്ള ആളാണ്, ഒരു കാഴ്ചപ്പാടുള്ള ആളാണ്, വിഷയങ്ങൾ തുറന്നു പറയും, മുഖത്ത് നോക്കി പറയും, ഉള്ളിലൊന്നുമില്ല, അകം ക്ലിയറാണ്. ഇങ്ങനെയൊക്കെ പോസിറ്റീവ് പറയുന്ന ഇത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതാണ് അയാളുടെ ഫീഡ്ബാക്ക്. 30 കൊല്ലമോ 40 കൊല്ലമോ 60 വർഷമോ ഒക്കെ ജീവിച്ച ആളായിരിക്കാം. എത്ര കാലം ജീവിച്ചു എന്നല്ല, ആ ജീവിച്ച കാലം കൊണ്ട് നല്ലൊരു ഫീഡ്ബാക്ക്, ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. ചില ആളുകൾ കുറേ ജീവിച്ചു, പക്ഷേ അവരുടെ റിസൾട്ട്, ലൈഫിൻ്റെ ഇമ്പാക്റ്റ് ബിഗ് 0 ആയിരിക്കും. 0% ആയിരിക്കും ലൈഫിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അവിടെ കൂടിയ ആളുകൾ പറയും, സ്വകാര്യമായിട്ട് ആള് ശരിയില്ല. അപ്പോൾ അടുത്തുള്ള ആൾ പറയും, ഇനി എന്തിനാ പറയുന്നത്, ഏതായാലും ആള് പോയില്ലേ, ആള് മരണപ്പെട്ടില്ല, ഇനിയൊന്നും പറയണ്ട എന്നുള്ള ആ 2 വാക്കില്ലേ, ആ 2 വാക്കിലെല്ലാം പറഞ്ഞു. ഇനി നമ്മളൊരു സെൽഫ് ഒബ്സർവേഷൻ നടത്തുക. നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ തടിച്ചു കൂടുന്ന ആളുകൾ എന്തായിരിക്കും നമ്മളെക്കുറിച്ച് പരാമർശിക്കുക? പോസിറ്റീവോ അതോ നെഗറ്റീവോ ആയിരിക്കുമോ? സ്വയം നാം ഒരു വിചിന്തനം നടത്തുന്നത് നല്ലതാണ്. അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും സൂപ്പർ, ഏറ്റവും ഹൈ ലെവലിലുള്ള ആള്, ഏറ്റവും ഉത്തമൻ ആരാണെന്നുള്ള ചോദ്യത്തിന് പറഞ്ഞ മറുപടി ഇതായിരുന്നു: അംഫഉൻ ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് ആരാണോ അവരാണ്. നാം എത്രത്തോളം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു. ചില ആളുകൾ ജീവൻ മറന്ന് മറ്റുള്ളവരെ സേവിക്കുന്നത് കാണാൻ കഴിയും. ദുരന്തമുണ്ടാകുമ്പോൾ, പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ, ചൂരൽമല മുണ്ടക്കൈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ജീവൻ പോലും പണയം വെച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ, അതേപോലെ വീട് വെക്കാൻ വേണ്ടി, പാവപ്പെട്ടവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നതിന് വേണ്ടി, കിഡ്നി പേഷ്യൻ്റ് അവരുടെ ചികിത്സക്ക് വേണ്ടി, ക്യാൻസർ രോഗികൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെയൊക്കെ നെട്ടോട്ടം ഓടുന്ന, പരക്കം പായുന്ന, അവരെ കാശുകൊണ്ടും ബ്ലഡ് കൊടുത്തുകൊണ്ടും ഒക്കെ സഹായിക്കാൻ മുമ്പോട്ട് വരുന്ന ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമകളെ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും നല്ല ആളെ ആരാണെന്ന ചോദ്യത്തിന് ഇവരായിരിക്കും അതിന് മറുപടി. അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അവസരം നൽകുകയാണ്. പരമാവധി മറ്റുള്ളവർക്ക് സേവനം ചെയ്യുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം മരണപ്പെട്ടാൽ ആളുകൾ പറയണം, ആളൊരു പരോപകാരിയായിരുന്നു, എവിടെയും ഓടിയെത്തുമായിരുന്നു, പാവപ്പെട്ടവരെ കണ്ണീരൊപ്പാൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുമായിരുന്നു, അതിന് ഊണും ഉറക്കവും ഒഴിച്ച് രാവും പകലും വ്യത്യാസമില്ലാതെ ഓടി നടക്കുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു, ആൾ സത്യസന്ധനായിരുന്നു, ക്ലിയർ ആയിരുന്നു എന്ന് നമ്മെക്കുറിച്ച് 4 ആൾ പറഞ്ഞാൽ, മൻ ശൈലത്തിലഹു 40, 4 പേര് ലൈക്കടിച്ചാൽ, ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ, വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം സുവറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്ന ഒരു സ്വഭാവം സിദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.